My dear friends, welcome to Marian Designs. ഇന്ന് നമുക്കൊരു സാന്റ ഹാറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ എങ്ങനെയാണെന്ന് നോക്കാം. വളരെ കുറഞ്ഞ അളവിലുള്ള ഒരു മെറ്റീരിയൽ വെച്ച് നമുക്ക് ഹാറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു വെട്ട് കഷ്ണം പോലെ ചെറിയൊരു പീസ് ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. ഞാനിവിടെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് കട്ട് പീസാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത ഹാറ്റ് നമ്മുടെ കുട്ടികൾക്കും നമുക്കൊക്കെ ഉപയോഗിച്ചെടുക്കാം. അപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ആയിട്ട് റെഡ് ഹാറ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തവണ കടയിൽ നിന്ന് മേടിക്കാം, നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവ് കാര്യങ്ങളൊക്കെ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ റഫായിട്ടൊന്ന് അതിൻ്റെ പിക്ചർ വരച്ചെടുക്കാം. നമുക്കൊരു പാറ്റേൺ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ മെറ്റീരിയലിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള ആണ് നമ്മൾ പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ട്രയാങ്കിൾ ഷേപ്പിന് ബേസ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ ഹൈറ്റ് ഉണ്ട്, അങ്ങനെ രണ്ടളവ് നമുക്ക് കിട്ടണം. അപ്പം നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും വേണ്ടിയിട്ട് അതിൻ്റെ അളവുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 9 ഇഞ്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്മൾ പേപ്പർ കട്ടിങ് എടുക്കുന്നതിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അളവും കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ 9 ഇഞ്ച് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എടുക്കാം. 12 ഇഞ്ച് മുതൽ ഒരു കുറച്ചുകൂടി അറിവായ കുട്ടികൾക്ക് എടുക്കാം. 15 ഇഞ്ച് വരെ വലിയവർക്ക് വരെ എടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് വെച്ചിട്ട് അതിൻ്റെ റൗണ്ട് അളവ് എടുത്താൽ മതി. അതിൻ്റെ അളവ് എടുത്തിട്ട് അതിൻ്റെ നേരെ ഹാഫ് എടുത്താലും നമുക്ക് ഈ ബേസിൻ്റെ അളവ് കിട്ടും. ഇനി വരുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ആണ്. ഞാനിപ്പോൾ ഈ സെൻറ്ററിൽ കൂടെ ഒരു വര വരച്ചില്ലേ, അതിൻ്റെ ഹൈറ്റ് ആണ് വരുന്നത്. ആ ഹൈറ്റ് വരുന്നത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ 12 ഇഞ്ച് എടുത്താൽ മതി. കുറച്ചുകൂടെ വലുപ്പത്തിൽ 15, പിന്നെ നമുക്കൊരു 18 ഇഞ്ച് വരെ എടുക്കാം. അത്ര എടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ നീളം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അളവ്, നമുക്ക് കിട്ടുന്ന അളവ്, നമുക്ക് കുട്ടികളുടെ അളവ് എടുക്കുകയാണെങ്കിൽ ആ അളവ് നമുക്ക് പേപ്പറിലേക്ക് കട്ട് ചെയ്ത് ആദ്യം പാറ്റേൺ ഉണ്ടാക്കി എടുക്കണം. അപ്പം നമുക്ക് ഇതുപോലൊരു ന്യൂസ് പേപ്പർ എടുക്കാം. അതിനുശേഷം ഇതുപോലെ അതൊന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കാം. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഹൈറ്റ് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ട്രയാങ്കിൾ കറക്റ്റ് അളവിൽ വരച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ ഹൈറ്റ് നമുക്ക് ഇതുപോലെ സെൻറ്ററിൽ തന്നെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ താഴത്തെ ബേസ്മെൻറ്റിൻ്റെ അളവ് എത്രയാണോ കിട്ടിയത് അതിൻ്റെ ഹാഫ് ഇതുപോലെ വരച്ചു കൊടുക്കുക, അളന്ന് കൊടുക്കുക. ഇനി നമ്മുടെ ഹൈറ്റ് മുകളിലേക്ക് കൊടുക്കുക. ഞാനിവിടെ ചെറിയ കുട്ടിയുടെ അളവിനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു 12 ഇഞ്ചാണ് ഹൈറ്റ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഹൈറ്റ് നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്ത് ഹൈറ്റിൽ നിന്ന് നമ്മുടെ ബേസ്മെൻറ്റിൻ്റെ അളവ് വരച്ചു കൊടുത്ത പോയിന്റിലേക്ക് ചെരിച്ച് മാർക്ക് ചെയ്ത് എടുക്കുക. അതിന് ശേഷം അത് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ സെൻറ്റർ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമുക്ക് കറക്റ്റ് അളവിൽ ട്രയാങ്കിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് മടക്കിയിട്ടിട്ട് ചെയ്തത്. അതിനുശേഷം നമുക്കിത് ഫോൾഡിങ് നിവർത്തി എടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് കൊടുത്ത് മെറ്റീരിയലിലേക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ തുണി ഇപ്പോൾ ഇത് രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ മടക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഓപ്പണിങ് സൈഡല്ല, ക്ലോസ് ആയിട്ടുള്ള സൈഡിൽ വേണം ട്രയാങ്കിളിൻ്റെ ഈ ഒരു സൈഡ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള സൈഡ് 2 സൈഡും വന്നു കഴിഞ്ഞാൽ 2 സൈഡ് സ്റ്റിച്ച് വരും. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യുന്ന ഒരു സൈഡിലേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഈ പേപ്പർ വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങളെപ്പോഴും ഇതുപോലെ മടക്കുള്ള ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബേസ്മെൻറ്റ് ചെരിഞ്ഞു പോയാലും കുഴപ്പമില്ല. നമുക്ക് ക്യാപ്പ് നല്ല രീതിയിൽ ഫേമായിട്ട് തലയിൽ ഫിറ്റ് ചെയ്തിരിക്കണമെങ്കിൽ കുറച്ച് ക്രോസ് ആയിട്ടുള്ള രീതിയിൽ മെറ്റീരിയൽ കിട്ടണതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പാറ്റേൺ വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിനുള്ള തയ്യൽ തുമ്പോടെ എക്സ്ട്രാ ഇട്ടിട്ട് നമ്മൾ കറക്റ്റ് തലയുടെ അളവൊക്കെ എടുക്കണമെങ്കിൽ തയ്യൽ തുമ്പോടെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ താഴത്തേക്ക് നമുക്കൊരു പടി വെച്ച് കൊടുക്കണം. സാധാരണ ഒരു വെള്ള പടിയാണ് താഴത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ താഴത്തേക്കുള്ള ബേസ്മെൻറ്റിൻ്റെ അളവ് നോക്കിയിട്ട് ഒരു വൈറ്റ് മെറ്റീരിയൽ എടുത്ത് കൊടുത്ത് അതിൻ്റെ പടി കട്ട് ചെയ്ത് എടുക്കാം. ഇവിടെ ഞാൻ റെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്, കാരണം എനിക്ക് വെള്ള നെറ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഫർ ക്ലോത്തിൻ്റെ ഒക്കെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് നെറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മെറ്റീരിയൽ നെറ്റൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഈ ഞാൻ എടുക്കുന്ന റെഡ് മെറ്റീരിയലിന് പകരം വൈറ്റ് മെറ്റീരിയൽ എടുത്ത് കൊടുത്ത് ബേസ്മെൻറ്റിൽ പടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2.5 ഇഞ്ച് വീതിയിൽ നമുക്ക് ബേസ്മെൻറ്റ് എത്രയാണോ വരുന്ന അളവിൽ നീളത്തിനും ഞാനിവിടെ
കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. 2.5 മുതൽ 3 വരെ വീതിയിൽ ഈ പടി എടുക്കാം കേട്ടോ. അത് നമ്മൾ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടാണ് ഇതിൻ്റെ അടിയിലേക്ക് പടി വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ റെഡ് എടുത്തത് നിങ്ങൾ കണക്ക് കൂട്ടണ്ട, വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമുക്കിത് നല്ല വശത്ത് വെച്ച് കൊടുത്തിട്ട് ഇത് താഴത്തേക്ക് തൂക്കി ഇടുന്ന ഒരു പടി ആയിട്ട് റൗണ്ടിന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പടി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2.5 മുതൽ 3 ഇഞ്ച് വരെ വീതിയിൽ നമുക്ക് ഈ പടി കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വൈറ്റ് നെറ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അത് ഞാനൊരു 2 ഇഞ്ച് വീതിയിൽ 2 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതില്ലാത്തവർ ഈ ഭാഗം ചെയ്യണ്ട, നമുക്ക് റെഡ് പടി എടുത്തതിന് പകരം വൈറ്റ് പടി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ പടി ജോയിൻ ചെയ്തെടുത്തു. അപ്പോൾ ജോയിൻ ഇല്ലാണ്ട കിട്ടണമെങ്കിൽ ആ ഭാഗം നമുക്ക് ആവശ്യമില്ലല്ലോ. ഇനി ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് പതിച്ചെടുക്കുക കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് പതിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് അത് ഈ ബേസ്മെൻറ്റ് ഭാഗത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ തുടങ്ങി ലാസ്റ്റ് വരെ ഒരേ ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ പടിയുടെ തയ്യൽത്തുമ്പം മുകളിലേക്ക് വെച്ച് കൊടുക്കണം. വലിയ പീസിൻ്റെ ഉൾഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പുറം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് നമ്മുടെ വലിയ പീസിൽ വരാൻ പാകത്തിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വൈറ്റ് പീസ് ആണെങ്കിൽ നമ്മൾ ഈ സൈഡ് ജോയിൻ ചെയ്ത് മുകളിലൊരു ബോളും വെച്ച് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇവിടെ ഞാൻ നെറ്റ് എടുത്തത് കൊണ്ട് നെറ്റ് ഞാൻ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 പീസും സെൻറ്ററിൽ കൂടെ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ബോൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റ് തന്നെ ബോളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽ എടുത്ത് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പീസുകൾ ഇട്ട് കൊടുത്ത് നമുക്ക് കൈ കൊണ്ട് തുന്നി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നെറ്റ് 2 പീസ് എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടി രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് അറിയില്ലാത്തവരൊക്കെ ആണെങ്കിൽ രണ്ടും കൂടെ ആദ്യം തന്നെ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഇതിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കാൻ. ഞാനിവിടെ രണ്ടും ഒപ്പം വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ രണ്ടും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 സ്റ്റിച്ച് മാറിപ്പോകാതെ ആദ്യം തയ്ച്ച സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ തന്നെ രണ്ടാമത്തെ സ്റ്റിച്ചും വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ബേസ്മെൻറ്റിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴും ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. അല്ലെങ്കിൽ ഒരുപാട് സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ ഒരൊറ്റ സ്റ്റിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പാടുള്ളൂ. അതുപോലെ മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്ത് ബാക്കിയുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. നമുക്കത് അതിൻ്റെ അറ്റത്ത് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് അടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ ഈ ഹാറ്റിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയണത്. സൈഡ് അടിക്കുന്ന സമയത്ത് നെറ്റും ബേസൊക്കെ ഒരുമിച്ച് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്കതൊന്ന് മറിച്ചെടുക്കാം. മറിച്ചെടുക്കുമ്പോൾ കോൺ വരുന്ന ഭാഗത്ത് ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്തെങ്കിലും വെച്ച് കൊടുത്ത് കുത്തി മറിച്ചെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഹാറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനറ്റത്ത് വെക്കാനുള്ള ബോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ നെറ്റിൻ്റെ പീസ് എടുത്ത് കൊടുത്ത് ചെറുതായിട്ട് ഇതുപോലെ തുന്നിക്കൊടുത്ത് നമുക്ക് മുകളിൽ വെച്ച് തുന്നിക്കൊടുക്കാം. അല്ലാതെ ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു റൗണ്ടിന് 2 പീസ് വെള്ളത്തുണി കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ചെറിയ വെട്ട് കഷ്ണങ്ങളൊക്കെ ചെറുതാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം അത് തുന്നി ഇതുപോലെ ഇതിൻ്റെ എഡ്ജിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു ബോള് വെയ്റ്റ്ലെസ് ആയിട്ട് ചെറിയൊരു ബോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹാറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഐഡിയാസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്തവണ നിങ്ങളെല്ലാവരും ക്യാഷ് കടയിൽ കൊടുത്ത് മേടിക്കാതെ ഇത്തവണ ഇത് നിങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാണ്ട് കമൻറ്റ് ചെയ്യാണ്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പുതിയ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.